ജീവിതത്തിലെ ഏറ്റവും ചീത്തയായ നിമിഷങ്ങളിൽ ഭർത്താവിന്റെ വേഷത്തിൽ ഈ മനുഷ്യൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇയാൾ ജയറായിരിക്കാം, പക്ഷേ എനിക്കിയാൾ മനുഷ്യത്വം ഇല്ലാത്ത, കരുണയില്ലാത്ത മൃഗതുല്യനായ ഒരാള് മാത്രമാണ്. ഇങ്ങനൊരു പാർട്ടിയുടെ നടുവിലേക്ക് ഇയാൾ എന്നെ വിളിച്ചു വരുത്തുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല. പോളിഷ് ചെയ്ത വാക്കുകളിൽ നിങ്ങൾ സംസാരിക്കുന്ന ഈ ജയാർ ചെയ്തു കൂട്ടിയ ക്രൂരതകളൊക്കെ നേരിട്ട് കണ്ട പെണ്ണാ ഞാൻ. ഇപ്പോഴും പക അടങ്ങാതെ എന്നെയും എന്റെ ഭർത്താവിനെയും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഇയാള്. ഇതിൽ കൂടുതൽ ഇയാളെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങളെ എല്ലാവരും ഒന്നിച്ചു കൂടി ഈ പാർട്ടി ഇത്തരത്തിലായി പോയതിൽ എനിക്ക് വിഷമമുണ്ട്. നിങ്ങളുടെ ആഘോഷം നടക്കട്ടെ, പക്ഷേ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, മറ്റുള്ളവരുടെ മനസ്സും അവരുടെ സ്വപ്നങ്ങളും കൊള്ളയടിച്ചും ചവിട്ടി അരച്ചും നടന്ന ഒരാളുടെ വൃത്തികെട്ട ആഘോഷമായി ഇവിടെ നടന്നത്. രഘുവേട്ടൻ വെറുതെ പ്രശ്നത്തിന് നിൽക്കരുത്. ഇവനെ ഇവിടെ താമസിപ്പിക്കാൻ രഘുവേട്ടൻ ശ്രമിക്കരുത്. ജീവനെ ഇവിടെ തന്നെ ഉണ്ടാവും. അത് കാണാൻ സൗകര്യമുള്ളവരോട് നിന്നാ മതി, കേട്ടല്ലോ. என்ன சார் இது? அம்மாவு கிட்ட இந்த மாதிரி ஒன்றும் பேசாதீங்க சார். அம்மாவோட உயிர் சார் நீங்க. വേണ്ട ശരവണ, നീ ഇനി ഒന്നും പറയണ്ട. മകന്റെ കയ്യിലിരിക്കുന്ന പുത്തൻ നോട്ടുകൾ കണ്ട് കണ്ണു മഞ്ഞളിച്ചൊരച്ഛനാണിത്. ഞാൻ കണ്ട് ശീലിച്ച രഘുവേട്ടനുമായിട്ട് ഈ രൂപത്തിന് ഒരു ബന്ധവുമില്ല. അതെടി, ഞാൻ എന്റെ മകന്റെ സമ്പാദ്യത്തെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു. അത് ആസ്വദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെതിര് പറയാനൊന്നും ആരും നിൽക്കണ്ട. എന്റെ മകൻ കാണിക്കുന്നതാണ് എന്റെ ശരി. ഇവന് ശരിയാണെന്ന് തോന്നുന്ന എന്ത് കാര്യത്തിനും ഇവന്റെ കൂടെ ഞാനും ഉണ്ടാവും. ഇതുവരെ, ഈ നിമിഷം വരെ രഘുവേട്ടൻ എന്താ സംഭവിച്ചെന്നുള്ള ആശങ്കയിലായിരുന്നു. നിങ്ങളെ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ നിങ്ങളെ ഞാൻ തിരിച്ചറിഞ്ഞു രഘുവേട്ടൻ. ജീവിതത്തിൽ ആദ്യമായി ഞാൻ നിങ്ങളെ വെറുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അമ്മ വേണ്ട ശരവണ, അമ്മയ്ക്ക് നേരെ ആയുധം വാങ്ങാൻ മടിയില്ലാത്ത മകൻ ഒരു ദിവസം അച്ഛന് നേരെയും ആയുധം എടുക്കും. അന്നേ നിങ്ങൾക്ക് ഇവന് മനസ്സിലാവും. ഈ വളഞ്ഞ വഴി കാണിച്ച് ഇവനെ ഇതിനകത്ത് കൊണ്ടുവന്ന് കയറ്റിയതിന്റെ ദുരന്തം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും.
മോനെ ജീവ, നീ ഇതൊന്നും കാര്യാക്കണ്ട. നമ്മൾ ഒന്നിച്ച് ഇവിടെ താമസിക്കും, ആരൊക്കെ എതിർത്താൽ. തീർച്ചയായും അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഞാൻ. എന്നെ സ്വീകരിച്ചതുകൊണ്ട് അച്ഛൻ എല്ലാവരെയും നിന്ന് ഒറ്റപ്പെട്ടു അല്ലേ? അത് സാരമില്ല. ചില യാഥാർത്ഥ്യങ്ങളോട് ആളുകൾക്ക് പൊരുത്തപ്പെടാൻ സമയമെടുക്കും. ഈ കാര്യവും അങ്ങനെ തന്നെ. അമ്മയാണ് ഏറ്റവും പ്രധാനം. അവരെല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്നത് അമ്മയാ. കുറെ കാലം നിങ്ങളൊക്കെ നോക്കിയിരുന്നത് അമ്മ തന്നെയല്ലേ? സുജാതയുടെ സ്നേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കിട്ടുന്നവന് അതിന്റെ ഇരട്ടി തിരിച്ചു കൊടുക്കാൻ തോന്നും. ആ, ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി നിന്റെ അമ്മ തിരിച്ചു വരുമായിരിക്കും. അച്ഛന് വല്ലാതെ അമ്മയെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായും.